എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നത് ഹോം ആകട്ടെ പീച്ചിനെ അവന്റെ പുതിയൊരു മിഷനില് പങ്കാളിയാവാനായി കമ്പൽ ചെയ്യാണ്. അതായത് ഒരു റെസ്റ്റോറന്റ്, അത് ഹോമിന്റെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ. അവിടെ വന്ന് പ്രേതത്തെ ഓടിക്കാനായി ഹോം പീച്ചിനോട് ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ലാന്ന് പീച്ച് തീർത്തു പറയുന്നു. ഹോം പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായി നോക്കിയിട്ടും പീച്ച് കേൾക്കുന്നേ ഇല്ല. കമ്മീഷൻ കൂട്ടി തരാമെന്ന് പറയുമ്പോൾ ഫുൾ കാശ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ നിൽക്കില്ല എന്നായിരുന്നു പീച്ച് പറയുന്നത്. ഈവൻ എല്ലാ കാര്യങ്ങളിലും പീച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഹോമിനെ സപ്പോർട്ട് ചെയ്ത് അതിലേക്ക് പീച്ചിനെ എങ്ങനെയും സംസാരിച്ച് കൊണ്ടുവരുന്ന പാങ് പോലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹോമിന്റെ കൂടെ നിൽക്കുന്നില്ല. ഇതിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് പീച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ പാങ്ങും ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോവാണ്. കാരണം എന്തുകൊണ്ടാണ് പീച്ച് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് തടസ്സം പിടിക്കുന്നത് എന്നതിനെ പറ്റി വ്യക്തമായി തന്നെ പാങ്ങിന് അറിയാം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പീച്ചിനെ വീണ്ടും കൊണ്ടുവരാനായി പാങ്ങിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതില് ഹോമിനെ സപ്പോർട്ട് ചെയ്യാത്തത്. എന്താണ് കാര്യം എന്ന് മനസ്സിലാവാതെ പീച്ചായിട്ട് ഇവർ അഹങ്കാരം കാരണമാണ് താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതെന്ന ധാരണയില്ല. നിന്റെ ഒക്കെ സഹായം ഇല്ലാതെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യും, കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ക്യാനാകട്ടെ പോലീസുകാരനെ കാണാൻ പോയിരിക്കുകയാണ്. ഈ പോലീസുകാരനോട് ഹോമിന്റെ അങ്കിള് സംസാരിക്കുന്ന കാര്യമായിരുന്നു ക്യാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അവൾ ആ ഒരു ഓഡിയോ ഇപ്പോ ആ പോലീസുകാരനെ കേൾപ്പിച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അയാളാകട്ടെ ഇവളുടെ കയ്യിൽ ഈ ഓഡിയോ ഉണ്ടെന്ന കാര്യം കണ്ട് അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടും ഭീഷണിപ്പെടുത്തിയും ഒക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട് ക്യാൻ പേടിക്കുന്ന മട്ടില്ല. എന്തായാലും ആ സമയത്ത് കറക്റ്റായി ക്യാനിന് ഹോമിന്റെ ഫോൺ കോൾ വരുന്നു. ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു എന്ന് അറിയാനായിട്ടാണ് ഹോം വിളിച്ചിരിക്കുന്നത്. അവളത് പറഞ്ഞ ശേഷം വീണ്ടും കോൾ കട്ട് ചെയ്ത് ആ പോലീസുകാരൻ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കാനായി തുടങ്ങുമ്പോൾ വീണ്ടും ഹോമിന്റെ കോള്. ഇത്തവണ അവൻ ആ പേരിന്റെ സ്പെല്ലിംഗ് ചോദിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം, ഇപ്പൊ ഒന്ന് വെക്ക്, ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് ക്യാൻ കോള് കട്ട് ചെയ്യുമ്പോൾ അതെ ഞാനിവിടെ നിന്നോടാ സംസാരിക്കുന്നത്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥരാ, എന്നെ ഒരു പേടിയില്ലാന്ന് എന്നെ വന്ന് പേടിപ്പിക്കാൻ നോക്കുകയും ഞാൻ പറയുമ്പോൾ മൈൻഡ് ആക്കാതെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നെല്ലാം അയാൾ ഷൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ചോദിച്ച കാര്യങ്ങള് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രശ്നം, ഈ ഒരു ഓഡിയോ ഞാൻ ലീക്ക് ആക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും തൊപ്പി തെറിക്കാൻ പോകുന്നതെന്ന് ക്യാൻ അയാളെ തിരിച്ച് പേടിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ റെസ്റ്റോറന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഓൺലൈനിൽ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഹോം. ആ സമയം അവനൊരു ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ആ റെസ്റ്റോറന്റിൽ മരണപ്പെട്ട് പ്രേതമായി മാറിയ ഷെഫ് ഉണ്ടല്ലോ, ആ ഷെഫിന്റെ ഒപ്പം നിൽക്കുന്ന പീച്ചിനെ കണ്ട് ഹോം ആകെ ഞെട്ടിപ്പോന്നു. ഇതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്നും ഹോമിന് ഡൗട്ട്. എന്തായാലും അടുത്ത ദിവസമായിട്ട് പാങ് പുറത്ത് ഫുഡ് വാങ്ങാനായി പോയ സമയത്ത് പാങ്ങിനെ ഫോളോ ചെയ്ത് ഹോമും ക്യാനും പോകുന്നുണ്ട്. അവിടുന്ന് അവളെ തട്ടിക്കൊണ്ടുവന്ന് നൈസായിട്ട് അവളോട് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആരാണ് ഈ ഫോട്ടോയിലുള്ളത്, എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം മണി പോലെ പറഞ്ഞു എന്ന് പേടിപ്പിക്കുന്നു. ഇവരുടെ കയ്യിൽ ആ ഫോട്ടോ ഉള്ളത് കാണുന്ന പാങ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ ഒരു ഷെഫിനും പീച്ചിനും ഇടയിലുള്ള ബന്ധം എന്താണെന്നെല്ലാം ഹോം ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനൊന്നും പറയില്ല എന്നൊക്കെ പാങ് ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. എന്ത് ജോലി എന്നാലും അത് ചെയ്യാന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അതിന് തക്കതായ കാര്യം പറയണം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോളാനായി ക്യാൻ ഒരു ലോയർ എന്ന രീതിയിൽ പറയുമ്പോൾ ശരി പറയാമെന്ന് വേറെ വഴിയില്ലാതെ പാങ് സമ്മതിക്കുന്നു. അതൊരു ലേഡി ഷെഫായിരുന്നു. ആ നാട്ടിലപ്പോൾ വളരെ ഫേമസ് ആയി നിന്നിരുന്ന ഒരു ഷെഫ്. ഈ ഷെഫിനെ ഒരു ഷെഫായി മാറണം എന്ന ആഗ്രഹമുള്ള പീച്ച് ഒരു റോൾ മോഡലായി കണ്ടിരുന്നു. അവർ ജോലി ചെയ്യുന്ന അതേ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യണം എന്ന ആഗ്രഹത്തില് പീച്ചും ബെസ്റ്റും ആ ഒരു റെസ്റ്റോറന്റിൽ ജോലിക്ക് വേണ്ടി ചെല്ലുന്നു. ഇവരെ കണ്ടപാട് ഷെഫ് അവരുടെ ഈ ആഗ്രഹം മനസ്സിലാക്കി അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് വളരെ നീറ്റായി സ്പീഡിൽ പ്രിസൈസ് ആയി കട്ട് ചെയ്യുന്ന ടാസ്ക് ആണ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഷെഫ് അത് മോണിറ്റർ ചെയ്ത് അടുത്ത് തന്നെയുണ്ട്. പക്ഷെ ആ ടീം അവിടുത്തെ ഒരു സ്റ്റാഫ് നടന്നു പോകുന്നതിന്റെ ഇടയിൽ കയ്യിലുണ്ടായിരുന്ന പാത്രം തട്ടി താഴെ വീഴുന്നു. ആ ഒരു വലിയ ശബ്ദത്തിൽ പീച്ച് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുമ്പോഴേക്കും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല, കിച്ചണിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതുപോലെ പല ശബ്ദങ്ങളും കേൾക്കും. അതൊക്കെ കേട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാൻ നിന്നാ ഒരിക്കലും നീ നല്ലൊരു ഷെഫ് ആവുകയില്ല, നീ ചെയ്യുന്ന ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആ ഒരു ഷെഫ് പീച്ചിന് അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സോറി ഷെഫ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് പീച്ച് വീണ്ടും കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഷെഫ് ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പീച്ച് വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. എന്തായാലും ബെസ്റ്റും താനും തമ്മിൽ ഒരു ചെറിയ മത്സരം കണക്ക് ഈ ഷെഫ് വെച്ച് ഈ ടാസ്കില് താൻ എന്തായാലും ഷെഫിന്റെ മുന്നിൽ മികച്ച ഒരാളായി പെർഫോം ചെയ്തില്ല, തനിക്കൊന്നും ഇവിടെ തന്നെ പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഈ ജോലി കിട്ടില്ല എന്ന് മറ്റുള്ള അവൻ സങ്കടത്തിൽ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഡിസ്ട്രാക്റ്റഡ് ആയി എന്നതൊഴിച്ചാൽ നീ നിന്റെ ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നില്ല, നീ ഇവിടെ ജോലിക്ക് നിൽക്കണം. ബെസ്റ്റും നന്നായി തന്നെ പെർഫോം ചെയ്തു, ബെസ്റ്റിനെയും ജോലിക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും അവിടെ ജോബ് നൽകി. അങ്ങനെ അവിടെ ജോലിക്ക് ചേരുന്ന പീച്ചിനെ പിന്നീടും പലപ്പോഴും ഇതുപോലെ സ്നേഹപൂർവ്വം ആ ഒരു ഷെഫ് ശാസിച്ച് അവനെ തിരുത്തി നല്ല രീതിയിൽ കുക്കിങ്ങിലൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി കുറച്ച് റഫായിട്ടാണ് പുറമെ ബിഹേവ് ചെയ്യുന്നതെങ്കിലും ആള് വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പീച്ചിനും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷെഫ് വഴക്ക് പറഞ്ഞവരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് ഒട്ടും തന്നെ ഈഗോ ഹേർട്ട് ആവാതെ വളരെ കാര്യമായി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഷെഫ് ആകട്ടെ അടുത്ത ദിവസം ഒരു VIP ഹോട്ടലിലേക്ക് എത്തുന്നുണ്ടെന്നും ആൾക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പറേഷനിൽ തന്റെ പ്രധാന അസിസ്റ്റന്റായി പീച്ച് കൂടെ നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പീച്ച് അത് കേട്ടൊക്കെ വളരെ സന്തോഷത്തിൽ അന്ന് റെസ്റ്റോറന്റിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അവനൊരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ സംഭവ വിവരം അറിഞ്ഞ പാങ് വേഗം പീച്ചിന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഡോക്ടർ ആകട്ടെ പീച്ച് മരിച്ചു എന്ന വാർത്തയാണ് അറിയിക്കുന്നത്. അത് കേട്ട് ഈ ലോകത്ത് തനിക്ക് ബാക്കിയുണ്ടായിരുന്നത് തന്റെ സഹോദരൻ മാത്രമാണ്, അവനും ഇപ്പോ തന്നെ വിട്ടു പോയല്ലോ എന്നോർത്ത് പാങ് ഭയങ്കരമായി കരയാനായി തുടങ്ങുന്ന സമയത്താണ്
പിന്നീടാണ് ഒരു നേഴ്സ് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തി ആ പേഷ്യന്റിന് പൾസ് ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞ പീച്ച് മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്നത്. പക്ഷെ പരിശോധിച്ച് പൾസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മരണവിവരം വേണ്ടപ്പെട്ടവരെ അറിയിക്കാനായി ഡോക്ടർ വന്നത്. ഇത് വലിയൊരു മിറാക്കിൾ തന്നെയാണല്ലോ എന്ന് ഡോക്ടറും അതിശയിച്ചു. എന്തായാലും പീച്ച് അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെ പാങ് വളരെ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നമ്മൾ പീച്ചിനെ കാണുമ്പോൾ അവൻ പതിയെ ബോധം തെളിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ അവന്റെ അടുത്തുള്ള ബെഡിൽ ഒരു പേഷ്യന്റ് ഇരിക്കുന്നത് അവന് കാണാം. സാർ സമയം എത്രയെന്ന് അറിയുമോ എന്ന് പീച്ച് ചോദിക്കുമ്പോഴാണ് ആ പേഷ്യന്റ് തിരിഞ്ഞു നോക്കുന്നത്. അത് കാണുന്ന അവൻ ആകെ പേടിച്ച് വിറച്ചു പോകുന്നുണ്ട്. കാരണം അതൊരു മനുഷ്യനായിരുന്നില്ല, ഒരു പ്രേതമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട ഒരു പേഷ്യന്റിന്റെ പ്രേതം. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഒരു പക്ഷേ എന്റെ തോന്നലായിരിക്കും, എനിക്ക് ഇത്രയും നേരം എന്തോ ഒരു മയക്കം പോലെ തോന്നിയത് കൊണ്ട് ഇപ്പോ കണ്ണുകൾക്ക് അത്ര ഒരു ഷാർപ്നെസ് കിട്ടുന്നില്ല, ജസ്റ്റ് തോന്നുന്നായിരിക്കും എന്ന് അവൻ ചിന്തിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് ഒരു നേഴ്സ് വരുമ്പോ മേഡം സമയം എത്രയായി ആ ഒരു പേഷ്യന്റിനോട് ചോദിച്ചിട്ട് ആള് പറയുന്നില്ല എന്ന് പറയുമ്പോ പേഷ്യന്റോ അവിടെ ആരും ഇല്ലല്ലോ, ആ ബെഡിലെ പേഷ്യന്റ് ഇന്ന് രാവിലെ മരിച്ചെന്ന് ആ നേഴ്സ് പറയുമ്പോഴാണ് അപ്പോൾ താൻ ആ കണ്ടത് ആരെയായിരുന്നു എന്ന ആ ഒരു വലിയ തിരിച്ചറിവ് പാങ്ങിന് വരുന്നത്. അങ്ങനെ അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റിലൂടെ മരണത്തിന്റെ വക്ക് വരെ പോയി തിരിച്ചെത്തിയ ശേഷമാണ് പീച്ചിന് പ്രേതങ്ങളെ കാണാനായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ എബിലിറ്റി ലഭിച്ചത്. അങ്ങനെ പിന്നീട് പീച്ച് ഈ ഒരു കാര്യം പറഞ്ഞ് പാങ്ങിന്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. പാങ്ങിനെ ആശ്വസിപ്പിക്കാം എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. എന്തായാലും പീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ ആ ഷെഫ് പറഞ്ഞ ക്ലയന്റിന് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പറേഷന്റെ കാര്യങ്ങൾക്ക് കൂടെ പോകുന്നു. പക്ഷെ ആ സമയത്ത് പീച്ച് ആയിട്ട് അവൻ ഈ പ്രേതങ്ങളെ കാണാമെന്ന ഒരു കാര്യം കൊണ്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ഷെഫ് ഈ ഒരു ക്ലയന്റിന് എന്തൊക്കെ ഫുഡാണ് അലർജി ഉള്ളത് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യരുതെന്നും പറഞ്ഞ ലിസ്റ്റ് ഒക്കെ കൊടുത്ത ശേഷം പീച്ച് ആണല്ലോ അന്ന് തന്റെ പ്രധാന അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ പീച്ചിനും കൂട്ടി ആ ഒരു ക്ലയന്റിനെ കാണാനായി പോകുമ്പോൾ ക്ലയന്റ് ആകട്ടെ പീച്ചിനെ പരിചയപ്പെടുന്ന ആ ഒരു സമയം തന്നെ അടുത്തിരിക്കുന്ന ഒരു പാവയെ കാണിച്ച് ഇതെന്റെ മകളാണെന്ന രീതി പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു പാവയുടെ പിറകിലായി ഒരു വലിയ പ്രേതരൂപത്തെ പീച്ചിന് കാണാം. അവൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കാണ്. പക്ഷെ ഇത് കൂടെയുള്ളവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും അവനകട്ടെ കുക്കി തന്നെ അകത്തേക്ക് ചെല്ലുമ്പോഴും ആ പ്രേതരൂപം അവൻ തന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാവാം പിന്തുടർന്ന് വേട്ടയാടുന്ന കണക്കുണ്ടായിരുന്നു. അവൻ പേടിച്ച് വരച്ച് ആകെ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുമ്പോഴൊക്കെ ഷെഫ് അവനെ ഭയങ്കരമായി വഴക്ക് പറയുന്നുണ്ട്. നീ എന്തീ കാണിക്കുന്നത്, നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യേണ്ട ആളാ, നീയാണോ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ച് അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നറിയാതെ ഷെഫ് ആകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ കുക്കിങ്ങിന്റെ ഇടയിൽ ടെൻഷൻ കയറുന്ന പീച്ചായിട്ട് അറിയാതെ സോയ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കുക്കിങ്ങിന് വേണ്ടി. സോയ ആ ഒരു ക്ലയന്റിന് വളരെ അലർജിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ അത് ഉപയോഗിച്ചപ്പോൾ അവനും അറിഞ്ഞില്ല, അതായത് അറിയായിരുന്നു അലർജി ആണ്, പക്ഷെ ഇതാണ് താൻ മാറിയെടുത്ത ബോട്ടിൽ എന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം അതിന്റെ തൊട്ടടുത്താണ് മറ്റെണ്ണകളും ഇരിക്കുന്നത്. അങ്ങനെ അത് കുക്ക് ചെയ്ത ശേഷം ആ ഒരു ക്ലയന്റിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അത് കഴിച്ച് തുടങ്ങുന്ന അയാൾ പെട്ടെന്ന് തന്നെ ശരീരം ആസകലം വയ്യാഴിക വന്ന് തളർന്നു വീഴുന്നു. ഇദ്ദേഹത്തിന് സോയ അലർജി ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, എന്നിട്ട് എന്താ കാണിച്ചെന്ന് ചോദിച്ചാൽ ആ ഒരു ക്ലയന്റിന്റെ സ്റ്റാഫ് ഇവരോട് ദേഷ്യപ്പെടുമ്പോൾ ഇല്ല ഞങ്ങൾ അലർജി ഉള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഫുഡ് ഈ ഒരു ഷെഫ് എടുത്ത് സ്മെൽ ചെയ്ത് നോക്കുന്നുണ്ട്. പുള്ളിക്കാരി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡിൽ നിന്ന് വരുന്ന സ്മെല്ലിൽ നിന്ന് തന്നെ എന്ത് കുക്കിംഗ് ഓയിലാണ് അതിന് ഉപയോഗിച്ചതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. പീച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ, എന്നിട്ട് നീ ഇത് എന്ത് കാണിച്ചു വെച്ചെന്ന് അവർ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ അറിയാതെ എനിക്കൊന്നും ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ പതറുകയാണ്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു ഷെഫാണല്ലോ പ്രധാനമായി ഈ ഒരു ഫുഡിന്റെ ഉത്തരവാദി. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നേരിടേണ്ടി വരുന്നു. അവരെ ഭയങ്കരമായി തന്നെ സൈബർ അറ്റാക്ക് ഒക്കെ വേട്ടയാടുന്നുണ്ട്. അവർക്ക് വലിയൊരു പേരെടുത്ത ഷെഫായി അവരിരുന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വന്ന അശ്രദ്ധ മൂലം ഒരു വലിയ ക്ലയന്റിനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് ജോലി പോലും നഷ്ടപ്പെടുന്ന വല്ലാത്ത സാഹചര്യം എത്തുന്നു. ആക്ച്വലി പീച്ച് ആയിരുന്നു ഈ ഒരു തെറ്റിന് പിറകിൽ. അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് വന്നത്. എന്നിട്ടും അവർക്കാണ് കുറ്റം മുഴുവൻ കേൾക്കേണ്ടി വരുന്നത്. പീച്ച് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നിസ്സഹായനായി നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പീച്ച് ആകട്ടെ ഒരു ഡിഷ് കുക്ക് ചെയ്ത് അതിന്റെ ഫോട്ടോ ഈ ഒരു ഷെഫിന് അയക്കുന്നുണ്ട്. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരു സോറി എന്ന രീതിക്ക് ഈ ഒരു ഡിഷ് ഷെഫിനെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഉടനെ തന്നെ കാണാനായി റെസ്റ്റോറന്റിന്റെ അവിടേക്ക് എത്താനായിരുന്നു ഷെഫ് അവനെ അയക്കുന്നത്. തുടർന്ന് ഷെഫ് തന്നോട് പൊറുക്കും എന്ന വലിയ സന്തോഷത്തില് ഷെഫിനെ കാണാനായി ആ ഒരു റെസ്റ്റോറന്റിന്റെ അവിടേക്ക് പുറപ്പെട്ടു പോകുന്ന പീച്ചാകട്ടെ അവിടെ മരിച്ചു കിടക്കുന്ന ഷെഫിനെ കാണുന്നു. ഷെഫ് ഒരുപക്ഷെ താൻ കാരണം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മരണം സ്വയം തെരഞ്ഞെടുത്തതാകാമെന്ന് ഭയങ്കരമായി കുറ്റബോധത്തിലാവുന്ന പീച്ച് അവിടെ ഇരുന്ന് കരയുന്ന സമയം അവന് ഇപ്പൊ പ്രേതങ്ങളെ കാണാനുള്ള ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ആ ഷെഫിന്റെ ആത്മാവിനെയും അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ ഷെഫ് ആകണമെന്ന് ആഗ്രഹിച്ച പീച്ചിന് ഒരിക്കലും നല്ലൊരു ഷെഫ് ആവാനായി സാധിക്കാത്തതിന്റെ കാരണം ഇതൊക്കെയാണ്. അവൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മൂലം ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ പാങ് ഹോമിനോട് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണല്ലേ അവൻ വരാത്തതെന്ന് ഹോമിനും മനസ്സിലാവുന്നു. കാരണം അവൻ കാരണം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അവൻ വിശ്വസിക്കുന്ന അവന്റെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന ആ ഒരു ഷെഫിന്റെ ആത്മാവിനെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യത്തിന് ഹോം വിളിക്കുമ്പോൾ പീച്ചിന് എങ്ങനെ വരാൻ സാധിക്കും? ഇതിലും ഇത് കേൾക്കുന്ന ഹോമാകട്ടെ പീച്ചിനെ എങ്ങനെയെങ്കിലും ആ ഒരു പഴയ കോൺഫിഡന്റ് ആയിട്ടുള്ള അടിപൊളി ഷെഫായ പീച്ചായി മാറ്റിയെടുക്കണം. അവനിപ്പോ ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തന്നെ അവനെ രക്ഷപ്പെടുത്തണം. നല്ലൊരു സുഹൃത്തായി നിന്നതൊക്കെ ചെയ്യണമെന്ന് ഹോം മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ഹോമാകട്ടെ ഒന്നും അറിയാത്ത കണക്ക് പീച്ചിനെ കാണാനായി പോകുന്നു. ഈ സമയം പാങ് ഉണ്ട്. പാങ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹോമിനോട് പറഞ്ഞതായി ഭാവിക്കുന്നുമില്ല. ഹോമാകട്ടെ നീ വാ നമുക്ക് ആ ഒരു പ്രേതത്തിനെ ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞതല്ലേന്ന് പീച്ച് ദേഷ്യപ്പെടുമ്പോ നീ ആ പ്രേതത്തിനെ കണ്ട് പേടിച്ചിരിക്കാണോ? എത്ര നാളിനി നീ ഇങ്ങനെ പേടിച്ച് മറിഞ്ഞിരിക്കുന്നെല്ലാം ഹോം ചോദിക്കുമ്പോൾ
ദേഷ്യം വരുന്നുണ്ട് പീച്ചിന്. എത്ര തവണ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവൻ എന്തിനും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ദേഷ്യത്തിൽ പീച്ചാട്ടെ ഹോമിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് എന്റെ മാനസികാവസ്ഥ നിനക്കൊന്നും മനസ്സിലാവില്ല, നിനക്കൊക്കെ കാശിന്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞ് പീച്ച് ദേഷ്യപ്പെടുമ്പോ എനിക്കിപ്പോ ആ റെസ്റ്റോറന്റ് വിൽക്കണം, അതിനായിട്ട് അവിടെയുള്ള പ്രയത്നം ഓടിക്കണം, അതെ എനിക്കിപ്പോ മനസ്സിലതേ ഉള്ളൂ എന്ന് ഹോമും പറയുന്നു. മര്യാദയ്ക്ക് കോൺട്രാക്ട് പ്രകാരം ഞാൻ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ വലിയ കോൺസിക്വൻസ് നീ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഞാൻ ഇത്ര മര്യാദയ്ക്കൊന്നും അതിനെപ്പറ്റി സംസാരിക്കില്ല, ഓർത്തോന്നല്ല ഹോം പറയുമ്പോ ഹോം ഇനി നിയമ നടപടി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെങ്ങാനും സ്വീകരിച്ചാൽ, അതായത് കോൺട്രാക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ താൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ നിയമ നടപടിക്ക് എങ്ങാനും പോയാൽ പിന്നെ തനിക്കത് വലിയ പ്രശ്നമാണ്. ഓൾറെഡി താൻ തകർന്നിരിക്കുക, അതും കൂടി ഫേസ് ചെയ്യാൻ വയ്യ എന്ന ആ ഒരു രീതിക്ക് വേറെ വഴിയില്ലാണ്ട് അവൻ ശരി എന്തോ ആകട്ടെ എന്ന് മറ്റുള്ള റെസ്റ്റോറന്റിലേക്ക് പുറപ്പെടുന്നു. ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.